മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് തകർച്ചയുടെ വക്കിൽ. വർഷങ്ങളായി ഇവിടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാത്തത് മൂലം തകർച്ചയുടെ രൂക്ഷത വർദ്ധിക്കുകയാണ്. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇപ്പോൾ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നത്. ഭിത്തികൾ പൊട്ടി കെട്ടിടത്തിന്റെ ബലക്ഷയം വർദ്ധിക്കുമ്പോൾ മേൽവശം പൊളിഞ്ഞു വീണ് യാത്രക്കാർക്ക് അപകടം വരുത്തി വെക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ബസ് കാത്തിരുന്ന യാത്രക്കാരൻ്റെ ദേഹത്ത് കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് സിമന്റ് വീണെങ്കിലും അയാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകൾ ഭാഗത്ത് നിന്ന് സിമന്റ് യാത്രക്കാരുടെ ദേഹത്ത് വീഴുക പതിവാണെന്ന് വ്യാപാരികൾ പറയുന്നു. പിള്ളേരൊക്കെ ഇതിൻ്റെ താഴെ എപ്പോഴും വന്ന് നിൽക്കുന്നത്. ഇത് ഏത് സമയത്തും ഇത് ഇടിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ ആളിൻ്റെ ബാക്കി കിട്ടത്തില്ല, അന്നേരമേ ഡെഡായിപ്പോകും. അത്ര ഡേഞ്ചർ പൊസിഷൻ. ഇന്നലെ അപ്പുറം പൊട്ടിയതെല്ലാം ഒരാളുടെ തലയിലോട്ട് പോയി എങ്ങനെയോ പുള്ളി രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം യാത്രക്കാരുടെ ദേഹത്ത് വീണ സിമന്റിന്റെ അവശിഷ്ടം ഇപ്പോഴും സ്റ്റാൻഡിൽ കിടപ്പുണ്ട്. പലരും ഭയന്നാണ് ബസ് കാത്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. വർഷങ്ങളായി ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് അധികാരികൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്ന ആക്ഷേപം ഉയരുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുകൾ വശത്തെ കുറച്ചു ഭാഗം വ്യാപാരികൾ തന്നെ ശരിയാക്കി എടുക്കുകയായിരുന്നു. വാടക കൃത്യമായി വാങ്ങാറുണ്ടെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അറ്റകുറ്റപ്പണികൾ പഞ്ചായത്ത് ചെയ്യാറില്ല. ഇളക്കി കളഞ്ഞിട്ട് നല്ലതായിട്ട് ഗ്രൗട്ട് അടിച്ച് സിമെന്റ് തേച്ചാൽ നിൽക്കത്തുള്ളൂ. ഈ കമ്പി ഇങ്ങനെ വീർത്ത് നിൽക്കുന്നതുകൊണ്ടേ തുരുമ്പടിച്ചിട്ട് ഇത് ഒത്തിരി അങ്ങ് വലുതാവും. അപ്പോഴത്തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തൂങ്ങിക്കിടക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ. വയറുകൾ ഇതുപോലെ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും അതുപോലും നന്നാക്കുവാൻ അധികാരികൾ തയ്യാറാകാത്തതാണ് അത്ഭുതം. ഇതുകൂടാതെ കെട്ടിടം മുഴുവൻ ആൽമരങ്ങൾ കിളിർത്ത് നിൽക്കുകയാണ്. ആലിൻ്റെ വേര് ആഴത്തിലിറങ്ങി കെട്ടിടത്തിന് ഭീഷണി ഉയർത്തുമെന്ന് അധികാരികൾക്ക് അറിയാമെങ്കിലും അത് പറിച്ചു കളയുവാൻ പോലും നടപടിയില്ലാത്തത് ആശ്ചര്യം നിറഞ്ഞ കാര്യവുമാണ്.